ശ്രീ ബിനോയ് വിശ്വം, ഇക്കാര്യത്തിൽ CPM LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല എന്ന തീരുമാനമെടുത്തു. അത് എന്തായാലും CPMന്റെ സംസ്ഥാന ഘടകമാണല്ലോ ആ തീരുമാനം എടുക്കേണ്ടത്. അതിനോട് യോജിപ്പുണ്ടോ CPIക്ക്? അല്ല, ഞാനിപ്പോൾ CPMന്റെ തെറ്റും ശരിയും പറയുന്ന ആളല്ല. CPMന്റെ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് അവകാശം CPMനുള്ളതാണ്. അവർക്ക് ഏതാണോ തെറ്റ് ആ തെറ്റോർ തിരുത്തും, ഏതാണോ ശരി ആ ശരി അവർ പാലിക്കും. അതേപ്പറ്റി എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനും കൈകടത്താനും കണിയുണ്ടാക്കാനും കണികൾ വീഴ്ത്താനും ഒക്കെ ആയിട്ട് ഒരു പുതിയ സെറ്റ് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ പുതിയ അവതാരങ്ങളൊന്നുമല്ല, ഒരു പണ്ടുമുണ്ട്. അവരെയാണ് LDF ഗവൺമെന്റിന്റെ വരവിന്റെ തുടക്കത്തിലെ തന്നെ പിണറായി വിജയൻ പറഞ്ഞത്, ചില അവതാരങ്ങൾ ജാഗ്രത കാണിക്കണം. ആ ജാഗ്രത ഏറെ കാണിക്കേണ്ടത് ഇടതുപക്ഷക്കാരാണ്. അപ്പൊ CPIക്കും CPMനും ഒക്കെ അത് ബോധ്യമാകണം. അത് അല്ല, ഇവിടെ ഒരു പ്രശ്നമുള്ളത് ശ്രീ ബിനോയ് വിശ്വം അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് വെറും ഒരു CPMന്റെ മാത്രം വിഷയമല്ലല്ലോ, LDF കൺവീനർ കൂടിയാണ് EP ജയരാജൻ. അങ്ങനെ ഈ നോക്കൂ, താങ്കൾ പറയുന്നു പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ EP ജയരാജന് ജാഗ്രത കുറവ് പറ്റിയെന്ന്. പിണറായി വിജയൻ പറയുന്നു ദലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തിൽ EP ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന്. ഇവിടെ എന്നിട്ട് പോലും ഒരു LDFന്റെ കൺവീനർ സ്ഥാനത്ത് അയാളെ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ? അതിപ്പോ ഞാൻ ഈ ചർച്ചയിലല്ല പറയേണ്ടത്. LDFൽ ഉന്നയിക്കും ഈ വിഷയം. അത് പറയേണ്ടത് ഇങ്ങനെയല്ലല്ലോ. അതൊക്കെ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയേണ്ട കാര്യങ്ങളാണ്. പറയേണ്ട സ്ഥലം LDFന്റെ സംസ്ഥാന ഏകോപന സമിതിയല്ലേ? അതെവിടെയാന്ന് എനിക്കറിയാം. അല്ലാതെ ഒരു മാധ്യമ ചർച്ചയല്ല അതൊക്കെ പറയേണ്ടത്. അങ്ങനെ ഒരു അവസരം നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ്, അദ്ദേഹം RJDയുടെ സെക്രട്ടറി ജനറൽ ആണെന്ന് അറിയാമല്ലോ, അദ്ദേഹം പറയുന്നത് അവർക്ക് ഇത് പറയാനുള്ള മോറൽ റൈറ്റ് ഉണ്ട്. ഈ ഇടനിലക്കാരുടെ മധ്യസ്ഥതയിൽ വരുന്ന രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് ഒഴിവാക്കണം എന്ന് CPM പറയണമായിരുന്നു. അതൊരു നല്ല സന്ദേശം നൽകുമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്, ഇതിനകത്ത് ജാഗ്രത കാണിക്കണം. ആ ജാഗ്രത കാണിക്കേണ്ടത് ഇടതുപക്ഷമാണ് കൂടുതൽ കാണിക്കേണ്ടത്. ഇടതുപക്ഷം വലതുപക്ഷത്തൊപ്പിലാകാൻ പാടില്ല. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് ഒരു ധാർമ്മിക ബാധ്യതയുണ്ട്. അവരെന്താണോ പറയുന്നത് അണികളോട് ചെയ്യാൻ, ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്കാണ് കൂടുതൽ ചുമതലയുള്ളത്. ആ ചുമതലയെ പറ്റി ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്ക് ഇരട്ടി ജാഗ്രത വേണം. ഈ ഉപദേശങ്ങളൊക്കെ താഴെയുള്ളവർക്കും നിങ്ങൾ നേതാക്കന്മാർക്കും ഒന്നും ബാധകമല്ല. അതൊരു ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല. ഇക്കാര്യത്തിൽ CPMുമായ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ ശ്രീ ബിനോയ് വിശ്വം? CPIക്കും CPMനും തമ്മിൽ ഇതിൽ മാത്രമല്ല ഏത് വിഷയത്തിൽ എത്ര വേണമെങ്കിലും അതാകാം. ബിനോയ് വിശ്വത്തിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് MV ഗോവിന്ദ മാസ്റ്റർ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. അല്ലാതെ ഞങ്ങൾ തന്നെയുള്ള വിശ്വാസമാണത്. അല്ല, അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് അങ്ങോട്ടുണ്ടോ? ഞങ്ങൾ തമ്മിൽ പരസ്പരം കൈകോർത്ത് പിടിച്ചു പോകേണ്ട രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന സെക്രട്ടറിമാരാണ്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷേ ഇഷ്യൂസിൽ വരുമ്പോൾ സമയത്ത് യോജിപ്പുകൾ ഉണ്ടാകാറുണ്ടല്ലോ സാധാരണഗതിയിൽ. ഇഷ്യൂസിൽ ഉണ്ടാകാം, ഇഷ്യൂസിൽ വിയോജിപ്പും ഉണ്ടാകാം. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പിനേക്കാൾ എത്രയോ അധികമാണ് യോജിപ്പുകൾ. യോജിപ്പിന്റെ മേഖലകളൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ. വിയോജിപ്പിന്റെ മേഖലയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ഉഭയകക്ഷി ചർച്ചയിലാണോ LDF യോഗത്തിലാണോ? LDF യോഗത്തിൽ പറയേണ്ട ഉഭയകക്ഷി ചർച്ചയിലാവുമ്പോൾ നാട്ടുകാർ അറിയില്ലല്ലോ. മാധ്യമത്തിലുള്ള ചർച്ചയെ വെച്ചല്ല വിയോജിക്കേണ്ടത്, അതിന് വേണ്ട സ്ഥലമുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം. Debate with MV Nikesh Kumar.